ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. മുഴുവൻ കൃഷിഭവനങ്ങളിലും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ തസ്തിക സൃഷ്ടിക്കണമെന്ന് KATSA. കേരളത്തിലെ മുഴുവൻ കൃഷിഭവനുകളിലും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ തസ്തിക സൃഷ്ടിക്കണമെന്നും കൃഷിവകുപ്പിന്റെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി കൃഷി അസിസ്റ്റന്റുമാരുടെ പേര് കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ടി ബിനിൽ ആവശ്യപ്പെട്ടു. കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമായി പ്രവർത്തിച്ചിരുന്ന പി ഹരീന്ദ്രനാഥിനും ഇടുക്കി ജില്ലാ വനിതാ കമ്മിറ്റി അംഗം ഇ കെ ലീലയ്ക്കും VR ബീനാമോൾ എംപ്ലോയീസ് ഹാളിൽ വെച്ച് നടത്തിയ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജീവിത നിലവാരത്തിൽ എടുത്തു പരിശോധിച്ചാൽ വിദേശ രാജ്യങ്ങൾ, പാശ്ചാത്യ വികസിത രാജ്യങ്ങളെ പോലും കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള നേട്ടം ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്ക് സാമൂഹ്യ പുരോഗതി നേടുവാൻ കഴിഞ്ഞത് അത്തരത്തിലുള്ള നടപടികളുടെ ഭാഗം തന്നെയാണ്. അതിന് എത്രയോ ഉദാഹരണങ്ങൾ. ഇപ്പൊ 2018 മഹാപ്രളയമായിക്കോട്ടെ, 2019 കോവിഡ് മഹാമാരി ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ഘട്ടങ്ങളിലെല്ലാം തന്നെ ശക്തമായ സാന്നിധ്യമായി ഈ സമൂഹത്തിന്റെ ചേർന്ന് നിന്നുകൊണ്ട് ഗവൺമെന്റ് എത്രയെല്ലാം കാര്യങ്ങൾ അതിനുവേണ്ടി പരിശ്രമത്തോടുകൂടി പ്രഖ്യാപിച്ചു, അതിനെയെല്ലാം അതേ അർത്ഥത്തിൽ നടപ്പിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം. അത് അങ്ങനെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് കേരളം ഇത്തരം കാര്യങ്ങളിലെല്ലാം വലിയ നേട്ടങ്ങൾ ഉറപ്പുവരുത്തുവാൻ വേണ്ടി കഴിഞ്ഞതും എന്നുള്ള വസ്തുതയായി നമ്മുടെ മുമ്പിൽ നിൽക്കും. KATS ജില്ലാ പ്രസിഡന്റ് K. ബുഷ്ര അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ SKM ബഷീർ, KV സാജൻ, ജില്ലാ സെക്രട്ടറി R ബിജുമോഹൻ, പ്രസിഡന്റ് KS രാകേഷ്, സെക്രട്ടേറിയറ്റ് അംഗം MS ശ്രീകുമാർ, കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി VK ജിൻസ്, സംസ്ഥാന കൗൺസിൽ അംഗം PT വിനോദ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MR രതീഷ് സ്വാഗതവും CS രജനി നന്ദിയും പറഞ്ഞു. യാത്രയപ്പ് ഏറ്റുവാങ്ങിയ P ഹരീന്ദ്രനാഥും ഇ കെ ലീലയും മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.